അല്ലാതെ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തവരും അല്ലാത്തവരും ഇല്ലാത്തവരും ഒക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ജീവിക്കുന്നുണ്ട് എല്ലായിടത്തും. അത് ഈ മേഖല മാത്രമല്ല. എന്തിനാ കല്യാണം കഴിച്ചിട്ട് പിന്നീട് വന്ന് പ്രശ്നമായി കഴിയുമ്പോഴും പറയുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ കല്യാണമൊക്കെ ഓക്കെയാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അവരെ മാക്സിമം ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കേസ് വരുന്നത്. അങ്ങനെ വരുന്നതായി കാണുന്നത്. അല്ലാതെ അവർ അപ്പോഴും ഒരു രീതിയിൽ ഇത് തെറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കൈക്കൂലി കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു പരിപാടി നടത്തുന്നുണ്ട്. അതായത് തനിക്ക് നല്ല കഴിവുള്ളൊരു നടി അവിടെ ഇരിപ്പുണ്ട്, അയാളെ ഓവർടേക്ക് ചെയ്യാൻ തന്നെ പോലെ തന്നെ അപ്പുറത്തിരുന്ന ആൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കയറുന്നതിനകത്ത് ഒരു അനീതി ഉണ്ട്. അത് ഇയാൾ ചെയ്യുന്നുണ്ട്. കൈക്കൂലി കൊടുക്കുന്നതിന് തുല്യമായൊരു പരിപാടി. കൈക്കൂലി കൊടുക്കുന്നതും മേടിക്കുന്നതും തെറ്റാന്ന് പറഞ്ഞ പോലെ ഇവിടെയും ഇത് തെറ്റാവുന്നത് ഈ പറഞ്ഞ കലാകാരിയല്ലേ നല്ല കഴിവുള്ള ഒരാളെ ഇങ്ങനത്തെ രീതിയിൽ ഓവർടേക്ക് ചെയ്യാൻ ഒരു സാധനം നമ്മൾ പ്ലാൻ ചെയ്യുന്നിടത്ത് തെറ്റുണ്ട്. പിന്നെ ആ ഓവർടേക്ക് ചെയ്യുന്നിടത്ത് അപ്പുറത്തിരിക്കുന്നവൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് കൈക്കൂലി മേടിച്ചിട്ട് ഒരാൾക്ക് ജോലി കൊടുക്കുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ ഇൻഡസ്ട്രി മൊത്തം നശിച്ചു പോകും.